ഒരു ദിവസം കാട്ടിലെ രാജാവായ സിംഹത്തിന് ഒരു സംശയം തോന്നി. എൻ്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടോ എന്നുള്ളത്. അദ്ദേഹം ആദ്യം തന്നെ പോയിട്ട് വഴിയിലിരിക്കുന്ന ഒരു കുരങ്ങനോട് ചോദിച്ചു. അപ്പോൾ കുരങ്ങന് പേടിയായി. കാരണം ഈ സത്യം പറഞ്ഞാൽ ഈ രാജാവ് തന്നെ എങ്ങാനും എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ട് കുരങ്ങൻ പറഞ്ഞു, ഇല്ല രാജാവേ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ സുഗന്ധം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്നതാണ് എന്ന്. തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് ആ കുരങ്ങനെ അപ്പം തന്നെ കൊന്നു. ഈ സിംഹം അടുത്തതായിട്ട് പോയത് ഒരു മാനിൻ്റെ അടുത്താണ്. അപ്പം മാൻ ഈ ഇൻസിഡൻറ്റ് കണ്ടു കുരങ്ങനെ കൊല്ലണത്. അപ്പം മാനിനോട് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ മാൻ നുണ പറയാൻ മാനിന് പേടി. അപ്പോൾ മാൻ സത്യം പറഞ്ഞു, രാജാവെ, നിങ്ങളൊന്നും വിചാരിക്കരുത്, കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ഈ ദുർഗന്ധം കാരണം നിങ്ങളുടെ അടുത്തൂടി പോലും ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ല, അത്രയും വൃത്തികെട്ട ദുർഗന്ധമാണ് എന്നുള്ളത്. ഇത് കേട്ട രാജാവിന് ദേഷ്യം വന്നിട്ട് രാജാവ് മാനിനെയും കൊന്നു. ഈ രണ്ട് കാര്യങ്ങളും കണ്ടിട്ട് അവിടെ മൂന്നാമതൊരാളിരിക്കുന്നുണ്ടായിരുന്നു, അതായിരുന്നു കുറുക്കൻ. അപ്പോൾ കുറുക്കന് മനസ്സിലായി അടുത്തത് തൻ്റെ ഊഴാണ് എന്നുള്ളത്. സിംഹം ഇതുപോലെ വന്ന് കുറുക്കനോട് കാര്യം ചോദിച്ചപ്പോൾ കുറുക്കൻ നല്ലോണം ഒന്ന് മണത്ത് നോക്കിയിട്ട് പറഞ്ഞു, രാജാവെ, എനിക്ക് സത്യം പറയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ 2-3 ദിവസമായിട്ട് എൻ്റെ മൂക്കടഞ്ഞു കിടക്കുകയാണ്, എനിക്ക് ഭക്ഷണത്തിൻ്റെ രുചിയോ മണമോ പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട സിംഹം അവിടെ നിന്ന് കുറുക്കനെ ഉപേക്ഷിച്ചിട്ട് പോയി. എന്താണ് ഇതിലെ പാഠം? അതായത് എല്ലാ സ്ഥലത്തും സത്യം പറയണം എന്നുള്ളത് നിർബന്ധമല്ല. ചില സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് തന്നെ, നമ്മുടെ ജീവന് തന്നെ ഹാനി വരുത്തുന്നതാണ്. എന്നാൽ എല്ലാ നുണകളും നമ്മളെ ഒരിക്കലും രക്ഷപ്പെടുത്തുകയില്ല. ചില സ്ഥലങ്ങളിൽ ഏറ്റവും നല്ലത് മൗനമായിട്ടിരിക്കുന്നതാണ്. നോ കമൻറ്റ്സ്, ഇഗ്നോർ, നെഗ്ലക്റ്റ്, അങ്ങനെ സ്വയം ആ ഒരു സംയമനം പാലിച്ചിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. എല്ലാ യുദ്ധങ്ങളും പടപൊരുതി ജയിക്കാനുള്ളതല്ല. ഏത് യുദ്ധം പടപൊരുതി ജയിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ശരിയല്ലേ? ഹാപ്പി മോർണിംഗ്.